കൊട്ടിയൂരിലെത്തുന്നവർ ഓടപ്പൂവ് വാങ്ങാതെ മടങ്ങാറില്ല. ഈറ്റക്കാടുകളുടെ ശോഷണം കാരണം ഓടപ്പൂവുകളുടെ നിർമ്മാണവും ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. ഐതിഹ്യ കഥകളിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്നതാണ് കൊട്ടിയൂരിലെ ഓടപ്പൂവ്. ഓടപ്പൂവുകളെക്കുറിച്ച് ധാരാളം ഐതിഹ്യങ്ങളുണ്ട്. ദക്ഷന്റെ താടിയായാണ് ഓടപ്പൂവ് സങ്കല്പമെന്ന് പറയപ്പെടുന്നുണ്ട്. ദക്ഷയാഗത്തിനെത്തിയ ഭൃഗുമുനിയുടെയും കൂട്ടരുടെയും താടിയിലും ഓടപ്പൂവ് സങ്കല്പമുണ്ട്. ദക്ഷയാഗം തടയാനെത്തിയ ശിവഭൂതഗണങ്ങളെ മുനിമാർ താടിരോമങ്ങൾ പറിച്ചെറിഞ്ഞെന്നതും സങ്കല്പത്തിലൊന്നാണ്. എന്തായാലും ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഓടപ്പൂവില്ലാതെ കൊട്ടിയൂരിൽ നിന്നൊരു മടക്കമില്ല. ഈറ്റ വെട്ടിയെടുത്ത് വെള്ളത്തിലിട്ടും പിന്നീട് ചതച്ചുമാണ് ഓടപ്പൂ നിർമ്മാണം. ശേഷം ചീകി മെടഞ്ഞാണ് മനോഹരമായ ഓടപ്പൂ തയ്യാറാക്കുന്നത്. കാടുകളിൽ നിന്നാണ് ഓട വെട്ടിക്കൊണ്ട് വരിക. എന്നിട്ട് വീടുകളിൽ നിന്ന് ഓരോ മുട്ടായിട്ട് മുറിച്ചിട്ട് ചതച്ചു കൊണ്ടുവരും. സാധാരണ ചെയ്യുന്നത് ഇവിടുന്ന് കടയിൽ നിന്ന്, പിന്നെ അത് മറിക്കുന്നത്. ഇത്രയാണ് ഇതിൻ്റെ പരിപാടി. എന്നാൽ ഈറ്റക്കാടുകളുടെ ശോഷണം ഓടപ്പൂവ് നിർമ്മാണത്തെയും പ്രതിസന്ധിയിലാക്കുന്നു. കൊട്ടിയൂർ വൈശാഖ മഹോത്സവ സീസണിൽ ലക്ഷക്കണക്കിന് ഓടപ്പൂവുകളാണ് വിറ്റുപോകാറുള്ളത്. വീടിൻ്റെ ഇറകളിൽ ഇടം പിടിക്കുന്ന ഓടപ്പൂവുകൾ കൊട്ടിയൂർ പെരുമാളിൻ്റെ പ്രസാദമാണ്. കൊട്ടിയൂരിൽ നിന്ന് ക്യാമറാമാൻ അമർജിത്തിനൊപ്പം എസ് വിനേഷ് കുമാർ, അമൃത ന്യൂസ്.